ഒന്ന് നിർത്തണോ? എന്തോടെ കാണിക്കണേ? ഞാൻ വർക്കിച്ചാനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ അതിന്റെ ഇടയിൽ കുഴിക്കുക. നീ പോടാവില്ലേ? എന്റെ പറമ്പിൽ ഞാൻ മതിൽ കെട്ടെ ശവക്കുഴി കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യും. എന്റെ വർക്കിച്ചാൻ ഞാൻ ഇന്നലെ പ്രസംഗിച്ചതിന്റെ ഇടയിൽ ഒരു ഉഗ്രൻ ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. ട്വിസ്റ്റാ? അതെന്നാ കണാപ്പാടാ? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്കിച്ചാനെ ഞാൻ ദൈവദൂതനെ പോലെ പൊക്കിയടിക്കാനുള്ള ഒരു പ്ലാനിങ് എനിക്കുണ്ടായിരുന്നു. എന്നിട്ട് നീ ഇന്നലെ അതൊന്നും പറഞ്ഞില്ലല്ലടാ. അയ്യോ, അതിന്റെ ഇടയിൽ അവിടുത്തെ ട്രാൻസ്ഫോമർ പെട്ടിത്തെറിച്ച് കറണ്ട് പോയത്. കറണ്ട് അല്ലടാ പോയത്, എന്റെ മാനമാടാ പോയത്. ഇനിയിപ്പൊ നീ അവന്മാരോട് എന്നിട്ട് മറ്റേ ക്നാപ്പ് എന്നടാ ട്വിസ്റ്റ് ആ അതാണെന്ന് പറഞ്ഞ അവന്മാര് വിശ്വസിക്കോ? എന്റെ വർക്കിച്ചായ ഞാൻ എങ്ങനെ പറഞ്ഞു? സൂസൻ ഒന്ന് ഇങ്ങോട്ട് വന്നേ. ആ വർക്കിച്ചായന്റെ കെട്ടിയോളും എന്റെ കെട്ടിയോളും തമ്മിൽ ചർച്ചക്കാരാന്നറിയാലോ? അറിയാ. അതോർത്തിട്ടെങ്കിലും ഞാൻ ഇവളെ പറ്റി തന്നെ ഓർക്കാറില്ല. പിന്നെ ചാർച്ചക്കാരി പോടാവൂല്ലേ? നിങ്ങൾ എന്നെ പറയുന്നേ? ആദ്യം ഇവനിട്ട് കൊടുക്കട്ടെ, എന്നിട്ട് നിനക്കുള്ളത് തരാം. വർക്കിച്ചായ എന്നാ മോനെ ഓടാവൂല്ലേ? എന്റെ പൊന്ന് വർക്കിച്ചായ, ഇതിങ്ങനെയാണ് കെട്ടിപ്പൊക്കി കഴിച്ച് ഞങ്ങൾ എങ്ങനെ ഇതിനോട് വഴി അടക്കണത്? അത് ഞാൻ നിനക്ക് ആധാരത്തിന് വഴി തന്നിട്ടില്ലയോ? അത് കാണുന്നാ മതി. വർക്കിച്ചായ, ആ തോട് വഴി പോയി കഴിഞ്ഞാൽ ഫുൾ പാമ്പുകളാ. ഓ, നിന്നെക്കാളും വിഷമുള്ള പാമ്പൊന്നും അതിലില്ലടാ. എന്തൊരു കഷ്ടമാണത്. ഞാൻ അങ്ങോട്ട് എന്റെ പറമ്പിൽ കരുതിയ കൊന്നുകളെ ഞാൻ. ക്ഷമിക്കാതിരുന്നിട്ട് തോന്നിയാസം കാണിക്കരുത്. എന്ത് തോന്നിയാസം? എന്റെ ജീവനെ വിളിച്ചോണ്ട് കയറിപ്പോ. അതെന്നാ വർത്താന ചേച്ചി? ചേച്ചി പറഞ്ഞല്ലേ ഈ വീട് മേടിച്ച് ഞാൻ വഴി ഉപയോഗിക്കാന്ന്. ആ അന്നവൻ ഈ ജാതി വർത്താനൊന്നും പറഞ്ഞിട്ടില്ല. ഊളേണ് ചെറ്റേണ് തവളേന്നൊന്നും പറഞ്ഞിട്ടില്ലോടി. അതൊരു പുതുമയ്ക്ക് വേണ്ടി. പുതുമയ്ക്ക് വേണ്ടി നിന്റെ അപ്പനെ പോയി വിളിയടി. എന്റെ കെട്ടിയോട്ട് അപ്പനെ വിളിച്ചാണ്ടല്ലോ വിളിച്ചാ നീ എന്നാ ചെയ്യൂടാ? ഞാൻ നിങ്ങളുടെ കെട്ടിയോട്ട് അപ്പനെ വിളിക്കും. ചോട കൊണ്ടേക്ക് വിളിക്കടാ. ചേച്ചിയുടെ അപ്പന്റെ പേരെന്താ? അന്തസ്സായിട്ട് അപ്പനെ വിളിക്കാൻ പോലും അറിഞ്ഞൂടലടാ ഊളെ നിനക്ക്. അതെനിക്ക് മര്യാദ ഉള്ളോണ്ടാ. ഓ മര്യാദ? അപ്പൊ എനിക്കല്ലടാ മര്യാദ ഇല്ലയോ? തനിക്ക് മര്യാദ ഇല്ല, ഒരു മുടിയില്ല. ഇവനെന്ന് കൊല്ലും ഞാൻ. കുത്തി കളിക്കണ്ട കമ്പി പാര ഇങ്ങോട്ട് താടാ. അയാൾക്ക് ഭ്രാന്താടി. അർക്കിച്ചനോടാണ് അവന്റെ കളി. ഞാൻ എന്തായാലും പഞ്ചായത്ത് പ്രസിഡന്റിന് പരാതി കൊടുക്കാൻ തീരുമാനിച്ചു. ഇന്ന് രണ്ടിലൊന്നറിയാം. അർക്കിച്ചന്റെ മുകളിൽ തലതൊട്ടപ്പന പഞ്ചായത്ത് പ്രസിഡന്റ്. ആ വഴിക്ക് നിന്ന് നടക്കുന്നു വിചാരിക്കണ്ട. അത് ശരിയാണല്ലോ. പിന്നെ ഞാനിത് എന്ത് തേങ്ങയൊക്കെ കൊണ്ടു നടക്കുന്നത്? ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്റെ വേറൊരു പണിയുണ്ട്. അങ്ങേര് തലതോടോ കാലോടോ എന്ത് വേണം ചെയ്യട്ടെ, എന്റെ വായിൽ നാവുണ്ടല്ലോ, എനിക്കറിയാം. സൂക്ഷിച്ചു പോണേ. കരയിൽ നിന്ന് കെട്ടിയോള് സൂക്ഷിച്ചു പോണേ. ഞാൻ എന്താ കടലിലേക്ക് പോവാണോ? അല്ല, ഞാൻ ഇന്നലെ അവിടെ ഒരു പാമ്പിനെ കണ്ടിരുന്നു. അയ്യോ, നോക്കി വെറുതെ പേടിപ്പിക്കാനായിട്ട് പത്തലിന് വരെ കൂടെ വരാൻ പേടിയാ. ചെരുപ്പ് കയ്യിലിടാം. അപ്പൊ വൈകുന്നേരം വന്നാ കാണാം. നോക്കിപ്പോ. പാമ്പുകളെ, പാമ്പുകൾക്ക് മാളമുണ്ട്, മാളത്തിൽ പൊക്കോളൂ. എനിക്ക് ഒരു വഴിയില്ലാത്തോണ്ട് ഈ വഴി പോകുന്നത് ഒന്ന് സൈഡ് തരണേ. വൈകുന്നേരം എടുക്കാം. ചന്ദ്ര, ചന്ദ്രു, 3-4 ദിവസമായാലും നീ എന്നാ പണിയാൻ തുടങ്ങിയിട്ട്? സംഭവം കിടക്കൂലേ? 10 രൂപ പഴക്കൊണ്ട് പുതിയതാക്കാൻ കുറച്ച് പാടാ. പുതിയതാക്കാനോ? ദിനേശ, എന്തോ? എന്റെ ദിനേശ, താൻ ഇവനോടൊന്നും പറഞ്ഞു കൊടുത്തില്ലേ? പുതിയതാക്കല്ല, പഴയതാക്കാണ് വേണ്ടത്. ഒരു 10-150 കൊല്ലമെങ്കിലും പഴക്കം വേണം. ഞാനിതൊക്കെ അവന് നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. എന്നിട്ടാണോ? എന്റെ ചന്ദ്ര, 20 കൊല്ലം പഴക്കമുള്ള ഈ സാധനത്തിന് ഒരു 150 കൊല്ലം പഴക്കമാക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു 130 കൊല്ലം വെയിറ്റ് ചെയ്യേണ്ടി വരും. കണക്കിലും മിടുക്കനാണല്ലേ? ചിലപ്പോ. മിടുക്കൻ ഒന്നും ഇങ്ങോട്ട് വന്ന്. മിടുക്കാ, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താന്ന് മിടുക്കനറിയോ? ഇല്ല. വാ, ഈ ഇരിക്കുന്ന സാധനങ്ങൾ എന്താന്ന് മിടുക്കനറിയോ? ഇല്ല. ആ, ഇതാണ് ആസിഡ്. ആസിഡോ? അതെ. ആ ദാ, ഇനി ഇത് കണ്ടോ, കരിമരുന്ന്. കരിമരുന്ന്? ശ്രദ്ധിച്ചോളൂ. പുതിയൊരു ഫർണിച്ചർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിതേ ഒരു കരിമരുന്ന് പ്രയോഗം. എടോ, ഒരു കരിവാളിപ്പ് ഒന്ന് താളിക്കുക. പിന്നെ ഈ ബ്രാസിന്റെ സാധനങ്ങളെടുത്ത് ആസിഡിലേക്ക് ഇട്ട് ഒന്ന് ചളിക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞൊന്ന് ഫിനിഷ് ചെയ്താണ്ടല്ലോ, പഴയ ഫർണിച്ചർ ആയത് അങ്ങോട്ട് മാറും. അതാണ് പുരാവസ്ഥ. ഇപ്പൊ നിനക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ? മനസ്സിലായി. ഉടായിപ്പല്ലേ? ദേ, പറ്റില്ലെങ്കിൽ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നീ ഒരു 130 കൊല്ലം കഴിഞ്ഞിട്ട് വാ. പറ്റോ? പറ്റിക്കാം. അതെന്റെ പണിയാ, നീ നിന്റെ പണിയാ. ആ ദിനേശ, കുപ്പിച്ചില്ല് കൊണ്ടുവന്നില്ലേ? 2 ചാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആ, അതിൽ നിന്ന് നല്ല കളർഫുൾ ചില്ലെടുത്ത് പ്രത്യേക തരത്തിൽ ഡിസൈൻ ചെയ്ത് ആ ഫർണിച്ചറിലാണ് ചാർത്തുക. അതിനൊരു കലയുണ്ടാവണം, എന്നാലേ പ്രൗഢ ഗംഭീരാവുള്ളൂ. നീ ഇവിടുത്തെ കുട്ടികൾക്കൊന്നും പുറത്തേന്ന് പറഞ്ഞു കൊടുക്കരുത്.
ഇതാണ് ഏർപ്പാടെങ്കിൽ ആരും പറയണ്ടെന്ന് നാട്ടുകാർ അറിഞ്ഞോളൂ. പത്രത്തിന് ലീവിലൊക്കെ വരുമല്ലോ. സഖാവ് വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗിലാ. ഇത് അതിനേക്കാൾ അത്യാവശ്യമാണ്. സഖാവിനെ ഇപ്പൊ ഞാൻ കണ്ടില്ലെങ്കിൽ ചിലപ്പോ ഇന്ന് രാത്രി അമ്മ ഇരിക്കും. തനിക്കെന്താ വധഭീഷണി വല്ലതും ഉണ്ടോ? ഇത് അങ്ങനത്തെ ഒരു വധഭീഷണി അല്ല. പിന്നെ സഖാവ് ഒന്നും ഇടപെട്ടില്ലെങ്കിൽ ഞാൻ പാമ്പുകടി ഏറ്റ് മരിക്കും. നമ്മുടെ തബല വർക്കിച്ചനായിട്ട് ഒരു പ്രശ്നമുണ്ട്. അങ്ങേരുടെ മുറ്റത്ത് കൂടിയാണ് ഞാൻ റോഡിലേക്ക് ഇറങ്ങണത്. എനിക്കറിയാം, ആ തോട്ടുംകരയിലല്ലേ താമസം? അതന്നെ അതന്നെ. ആ തോടാണ് ഞങ്ങളുടെ വഴി. അതിൽ നിറയെ പാമ്പുകളാണ്. ഈ വഴി പ്രശ്നമൊക്കെ എന്നോട് പറയുന്നതിനാടോ? ഞങ്ങളല്ലോ ഭരിക്കുന്നേ. ആ പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറ. സഖാവിനുള്ള വില പഞ്ചായത്ത് പ്രസിഡന്റ് ഈ നാട്ടിലില്ല. അയാൾ ഒരു കള്ളനാണെന്ന് കംപ്ലീറ്റ് ആൾക്കാർക്ക് അറിയാം. കള്ളന്മാരുടെ വാക്കാരെങ്കിലും വിശ്വസിക്കുവോ? എവിടെ ഇതുപോലത്തെ ഒരു വൃത്തികെട്ടവൻ. ശ്ശോ. പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ നാവെടുത്തേ ഉള്ളൂ. ഞാൻ കേട്ടു നിന്റെ അവൻ പോയി. ഞാൻ കഞ്ചു. ഞാൻ തന്റെ പാർട്ടി ഓഫീസിൽ വലിച്ചു കയറി വന്നതേ ഈ നാട് ദേശസ്വത്തിൽ പെടുന്ന ഒരു പരിപാടി ആയതുകൊണ്ടാ. അല്ലാതെ താൻ തന്റെ അണികളെ വെച്ച് എന്നെ കുറിച്ച് മറ്റേ വർത്താനം പറയിപ്പിക്കുന്ന കേൾക്കാനല്ല. മനസ്സിലായോ? എടോ, അയാളെ ഞങ്ങളുടെ മെമ്പറൊന്നുമല്ല, വേറൊരു ആവശ്യത്തിന് ഇവിടെ വന്നതാ. പിന്നെ എടോ, നമ്മുടെ നാട് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടാൻ പോവല്ലേ. പാർട്ടി വ്യത്യാസമൊന്നും നോക്കൂല. എല്ലാത്തിനും ഒപ്പം ഞങ്ങളുണ്ടാവും. സഹാക്കന്മാരുടെ ഔദാര്യത്തിന് നന്ദി. നമ്മളിത് ഗംഭീരമാക്കും. തീർച്ചയായും. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ താൻ 50-ാം വർഷം കയറ്റിയുണ്ടല്ലോ. കാഞ്ഞ ബുദ്ധി തന്നെ. അതുള്ളത് കൊണ്ടാണല്ലോ ഞാൻ ജയിച്ചതും താൻ തോറ്റതും. പറ്റേ, ഞാൻ ധൃതിയുണ്ട്, അതുകൊണ്ടാ. ഇനി അവന്മാരുടെ ചാട എന്തായിരിക്കോ? സഹാവേ, അതെ, ചുമ്മാ നിൽക്കുന്ന ചാരി ഇരിക്കുന്ന കൊടിയൊക്കെ എവിടെയെങ്കിലും കൂടെ കേട്ടെ. വളരട്ടെ പാർട്ടി. പുള്ളിക്കാരൻ അകത്തിട്ട് അറിഞ്ഞിട്ടല്ലേ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഞാൻ പറഞ്ഞൊക്കെ സത്യമല്ലേ സഖാവേ? താൻ പറഞ്ഞതിൽ സത്യമൊക്കെ ഉണ്ട്. പക്ഷെ അത് ഇവിടെ വെച്ച് പറഞ്ഞത് ശരിയായില്ല. പോട്ടെ. താനും തബല വർക്കിച്ചിനോട്ട് എന്താ പ്രശ്നം? എന്നെ അയാളുടെ വീടിന്റെ മുമ്പിൽ കൂടി വഴി നടത്താൻ സമ്മതിക്കണം. സഖാവ് പറഞ്ഞ അയാൾ കേൾക്കും. സഖാവിനെ എല്ലാവർക്കും ഒരു പേടിയുണ്ടല്ലോ. എന്തിനാണോ എന്നെ പേടിക്കുന്നത്? നമ്മൾ പാർട്ടിക്കാരെന്ന് പറഞ്ഞ ഇത്തിരി വെട്ടും കുത്തൊക്കെയുള്ള ആൾക്കാരാണല്ലോ. ഇത് എനിക്ക് വെട്ടും കുത്തൊന്നും അത്ര പരിചയമില്ല. പക്ഷെ ഇതുപോലെ വേണ്ടാതീനം പറഞ്ഞു വരുത്തുന്നവരെ നേരിടേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. എന്നാലും ഇങ്ങനെ ഒരു നാവഴക്കലുണ്ടോ? ഞാൻ വേണമെന്ന് വെച്ച് പറയണല്ലെന്നേ. അതെങ്ങനെയെങ്കിലും അങ്ങനെയൊക്കെ സംഭവിച്ചു പോകും. എത്ര നന്നായിട്ട് സംസാരിച്ചു തുടങ്ങിയാലും എൻ്റെ നാവ് പിഴയ്ക്കും. അത് സംസാരത്തിൽ മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ മൊത്തമുണ്ട്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ നമ്മുടെ കല്യാണം ഒരു പിഴവല്ലേ? നമ്മൾ പ്രേമിക്കാണ്ടിരിക്കുകയോ ഒളിച്ചോടാണ്ടിരിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഈ വല്ല പ്രശ്നങ്ങൾ ഉണ്ടാവും എൻ്റെ ജീവിതത്തിൽ. അതാണ് പറയണത്, തലയിലെടുത്ത് നമുക്ക് മാറ്റാൻ പറ്റില്ല. പറ്റും. തന്റെ ജീവിതത്തിൽ ഒരു പിഴവാണല്ലേ? കഴിക്കും. സൂസൻ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എന്തൊരു കഷ്ടമാണത്. എന്റെ നാവിൽ ഈ മുളകെടുത്ത് തേച്ചുണ്ടല്ലോ. വായന്റെ ഇപ്പൊ എരിഞ്ഞ് പണ്ടാറടിക്കാനെ. വളരെ നല്ല തബലിസ്റ്റാണെന്നാണ് വെപ്പ്. പക്ഷേ അദ്ദേഹം തബലയിൽ പൊട്ടിയാൽ തബലയുടെ ശബ്ദമാണ് വരുന്നത്. അതുപോലെ വെള്ളമടിച്ചാലോ അയാൾ